ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കടൽ വെള്ളത്തിൽ എങ്ങനെ ഉപ്പുണ്ടാക്കാം, കടൽ വെള്ളം എങ്ങനെ ഉപ്പാകും. അപ്പോൾ അത് ആ ഒരു സംഭവം, ചെറിയൊരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനും ഗഫൂറിൻ്റെ ചങ്ങായിമാറും ഫായ്മ, നെഫി, പിന്നെ നമ്മളെ ഓസിൽ കുട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് നോക്കാം. നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു ചെറിയൊരു കടപ്പുറത്ത് പോകുന്നു. അവിടെ പോയിട്ട് നമ്മൾ എന്താക്കുന്നു, ഇത്ര സംഭവം ഉണ്ട്. കുപ്പി, ഇത്ര കുപ്പികളിൽ എന്താക്കും, വെള്ളം നിറച്ചിട്ട് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ അത് ചൂടാക്കിയിട്ട് ഉരുക്കിയിട്ട് ചൂടാക്കിയിട്ട് ഫസ്റ്റാ കടലാണെന്നേ അറിഞ്ഞ്. അപ്പോൾ ചൂടാക്കിയിട്ടായിട്ടില്ല, അതെങ്ങനെ ഉപ്പാകും നമുക്ക് കാണാം. നമുക്കൊന്ന് പോയി നോക്കാം. ടാറ്റാ. അപ്പോൾ എല്ലാവരും വണ്ടി കയറുന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയൊരു കടപ്പുറമുണ്ട്. അവിടെ പോയിട്ട് വെള്ളമെല്ലാം കുറച്ച് കുപ്പിയിൽ കളക്ട് ആക്കും. എന്നിട്ട് ആ വെള്ളം എടുക്കൊണ്ട് വരും. എന്നിട്ട് ആ വെള്ളത്തിന് ഒരു ചെറിയല്ല, അത്യാവശ്യം വലിയൊരു ചട്ടിയിൽ ചൂടാക്കും. ചൂടാക്കിയിട്ട് ആ വെള്ളം എത്ര സമയം കൊണ്ട് ഉപ്പാകുമോ എന്നുള്ളത് നമുക്ക് കാണാം. ചെറിയൊരു എക്സ്പെരിമെൻ്റാണ്. പണ്ടേയുള്ളൊരു ഡൗട്ടാണ്, ഉപ്പാവും. ഞാൻ ആക്കിയിട്ട് നോക്കണം, എന്നെങ്കിൽ അതിൻ്റെ നമുക്കൊരു സത്യാവസ്ഥ മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഗൂഗിളിൽ നോക്കും, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കും. പക്ഷെ ഞാൻ ചെയ്താൽ എനിക്ക് അതിൻ്റെ ഒരു സംശയം മാറും, സത്യാവസ്ഥ മനസ്സിലാണല്ലോ. നമുക്ക് കണ്ടു നോക്കാം എന്തെല്ലാം. ഓസിൽ കുട്ടൻ. അപ്പൊ നമ്മൾ ഓസിലിനെയും കൊണ്ട് പോവാണ്. ടാറ്റാ. ഓസില്, നെഫി, പിന്നെ ഗഫൂർ, പിന്നെ ഗഫൂറിന് കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഓക്കെ, എല്ലാവരും നമുക്ക് കടപ്പുറത്ത് പോവാണ്. ടാറ്റാ. ഉള്ളൊരു ഡൗട്ടാണ്, എല്ലാവർക്കും ഉണ്ടാകുന്ന അറിയില്ല. എനിക്ക് ഡൗട്ട് ഉണ്ട്, അത് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് തന്നെ നോക്കണം. അങ്ങനെ പിന്നെ നിങ്ങൾ എന്ത് പറയുന്നത്, കടൽ വെള്ളം ഉപ്പാവോ? കടൽ വെള്ളം ചെയ്താല് ഉപ്പാവോ? ഇല്ലേ, ഉറപ്പന്നെയാ? ആർക്കല്ല തോന്നുന്നത് കടലിലുള്ള ഉപ്പാക്കിയെങ്കിലും വെള്ളാവുന്നു? കടൽ വെള്ളം ചൂടാക്കിയാൽ ഉപ്പാവുന്ന ആർക്കല്ല തോന്നുന്നു? പറയാം, ഉറപ്പാ? നെഫിയല്ലാവലാന്ന്, ബാക്കിയെല്ലാം ആവുന്നതാ. ഓസിലെന്താ ആവാവല? എല്ലാരും നോക്കുന്നു, ഒരു സംഗതി അറിഞ്ഞിട്ട്. അയ്യോ, ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാരും ആവുന്നതല്ല, അവിടെ എത്തിയിട്ട് ആയിട്ടെങ്കില് അല്ല ആന്നോ ഇല്ല നമുക്ക് നോക്കാം. അപ്പൊ എല്ലാരും ചെന്നാവൂന്ന്, നെഫി മാത്രം ആവല. നമുക്കൊന്ന് കണ്ടു നോക്കാം, അറിഞ്ഞു നോക്കാം. ലേക്ക് പോകുമ്പോ ഒരു പാട്ട് പാടി. മറ്റേതാ കടലൊന്നും പറ്റതല്ല, മറ്റത് പാട്ട് പാട്. ഓസിൽ പാടാ, ഒരു പാട്ട് പാടിയ ആരാത്? റോഡില് മഴ വന്നിട്ട് എന്തോ ആയിരുന്നു ഗൈസ്. ഇതാ പിക്കപ്പ് എല്ലാം വരുന്നുണ്ട് അതിന് പൊന്തിക്കാൻ. മരം വീണതാണെന്ന് തോന്നുന്നു. എത്ര മുണ്ടാണ്ട് ആരാക്റ്റീവില്ല. ആരാ വിളിക്കുന്ന നീ? ഈ കൊറേ പോരെയും സംഭവമുള്ളതിന് പറയുന്ന എന്തിനാ? കോളനി അല്ല, ഒരുത്തന്നെ വില്ലേജ്. ഇതല്ലേ വില്ല, അതാണ് ഉദ്ദേശിച്ചത്. വില്ലേജ് ഒച്ചക്കരുത്. കോടാലി, അതന്നെ. നമ്മൾ അങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. കുപ്പി എടുത്താ, സോറി. അങ്ങനെ പിള്ളേരെല്ലാം കുപ്പി എടുക്കുന്നത് വെള്ളം എടുക്കാൻ. കണ്ടു നോക്ക്, നല്ല സൂപ്പർ വൈബ് പ്ലേസ്. ഞാൻ എന്റെ മണി എത്ര ഒരു വൈറൽ വീഡിയോ ഉണ്ട്. അത് ഞാൻ ഒരു സ്ഥലത്ത് അവിടെ കാണിച്ചു തരാം. ആ വീഡിയോ ഏകദേശം കുറേ ആള് എടുത്ത് മീൻസ് കുറേ ആൾ ആ സൗണ്ട് യൂസ് ആക്കി. കുറേ പേജിൽ വന്നിന്. ഭയങ്കര കാറ്റുണ്ട്, ഭയങ്കര നോയ്സ് ഉണ്ട്. അപ്പോൾ
അപ്പോൾ ഞാൻ മണി എത്ര എന്നുള്ള ഒരു വീഡിയോ എടുത്ത് പാടുന്നു. അതിൽ ഒരു വോയിസ് വിട്ടിട്ട് എടുത്തിട്ടുണ്ടായി. അപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ വീഡിയോ. എൻ്റെ കൂടെ തന്നെ വരുന്നില്ല കരിയുന്നു. ഇവിടെ ഭയങ്കര കാറ്റുണ്ട്. സൂപ്പർ സൂപ്പർ. ഇല്ല ഇല്ല വാ. കടൽ കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ ഓസില കണ്ടു അതെന്താ അറിയാനായിട്ട് അല്ല. ഇവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇച്ച മണി എത്ര? അപ്പോൾ ഞാൻ ഇവിടുന്നാണ് ആ വീഡിയോ എടുത്തത്. അത് ഏകദേശം നല്ല വൈറലായി. 3 നാൾ പെരുന്നാള് എല്ലാവരും അപ്പം കുറെ കോളെല്ലാം വരുന്ന ഇടയ്ക്കിടയ്ക്ക്. ഇച്ച മണി എത്രയായാലും കട്ടാക്കുന്നത് ആരും അറിയാല. അപ്പോൾ ആ വീഡിയോ എടുത്ത് ഇടുന്നതാണ്. താങ്ക് യു. ഈ ഒരു ബീച്ചിലാണ് എടുത്തത്. അപ്പോൾ പിള്ളേരെല്ലാം എത്തിന് എല്ലാവരും വൈബിൽ കടലെല്ലാം ആസ്വദിക്കുകയാണ്. ഹലോ ഇതിലെ വള്ളം കാണുമ്പോ എന്തെല്ലാം കളിക്കുന്നുണ്ട്. വള്ളത്തിൽ പോകുന്നതെല്ലാം ചെല്ലുന്നു. ഒരാളെ കാണിച്ചു തരാം. അപ്പുറം പോയിട്ട് തരും. ഇത്ര കടൽ വെള്ളം എത്തിയിരിക്കുകയാണ്. എന്ത് നോക്കുന്നേ? വെള്ളത്തിലേക്കാണോ നിനക്ക്? വാവ്, സുന്ദരമായ എന്ത് പറയുന്നത്, സുന്ദരമായ ബീച്ച്, നല്ല ആംബിയൻസ്. കൊള്ളാം. വാ വാ വാ, എടുത്തോ. കടൽ വെള്ളം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പറയുമ്പോഴല്ല കുറച്ച് ടഫുണ്ട് വെള്ളം എടുക്കാൻ. കുപ്പിയിൽ ബക്കറ്റിലെല്ലാം അതിനെ കുറച്ച് സിമ്പിളാക്കി. അപ്പോൾ എല്ലാവരും വെള്ളമെല്ലാം എടുത്ത് അപ്പോൾ മീനെല്ലാം പിടിച്ചിന്. വെള്ളത്തിൽ മീനെല്ലാം അത് സാരല്ല. വാ. അപ്പോൾ നമ്മൾ ഇത്ര ആൾ വെള്ളമെല്ലാം എടുത്ത് കടന്ന് നല്ല കാറ്റ് കേട്ടോ, ഭയങ്കര കാറ്റ്. വാ. ഓഹോയ്, എല്ലാവരും വെള്ളം കൊണ്ടുവന്നുണ്ട്. നമ്മൾ കാറുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കടലിൽ നിന്നും വെള്ളം കളക്ട് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. ചട്ടി വെച്ചു ഗൈസ്. ഇനി തീ കത്തിക്കാൻ നോക്കാം. വാ. ഹലോ ഗൈസ്, അപ്പോൾ കല്ല് വെച്ച് ചട്ടിയും വെച്ച് ഇനി ചട്ടിക്ക് വെള്ളം ഒഴിക്കുക, തീ കത്തിക്കുക. ഫസ്റ്റ് തീ കത്തിക്കുക, എന്നിട്ടായിട്ട് വെള്ളം ഒഴിക്കുക. ഓക്കെ, എല്ലാവരും ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ വേസ്റ്റ് ഉണ്ട്. വേസ്റ്റ് എടുത്തിട്ട് തീ കത്തിക്കാം, എന്നിട്ട് വെള്ളം ഒഴിക്കാം.
ബാ വെള്ളം ഒഴിക്കുന്നു ഗൈസ്. മീൻ ഇത്ര കളർ വ്യത്യാസമുണ്ട്. അതൊരു പാങ്ങായിട്ടാ, അതൊരു ഗുമ്മായിട്ടാ. അങ്ങനെ ചട്ടി കത്തിച്ച് നല്ല കത്തുന്നുണ്ട് തീ. ഇനി എത്ര നേരം കത്തേണ്ടി വരും എന്നറിയാലോ. ഉള്ളറിലുണ്ട്. നിന്റെ പേരെന്ത്? അയാസ്. നിന്റെ പേര്? നിന്റെ നിന്നറിയും. അപ്പോൾ ഓക്കെ, എത്ര നേരം കത്തു നോക്കാം. എന്ത് പറയും? ആവാവല്ലേ? ഉറപ്പാ? എനിക്കൊരു സംശയമുണ്ട്, ആവോന്നൊരു ഡൗട്ട് ഉണ്ട്. കണ്ടിനാ? ആ അതാണ് പഠിപ്പുള്ളവനും. എനിക്ക് എന്താ തോന്നുക? ആ അത്ര തന്നെ. ആ അപ്പൊ നോക്കാം നമുക്ക്. ആവാവല്ലേ? ചട്ടി നല്ല ചൂടാകുന്നുണ്ട്. ചട്ടി നീരാവി കൊണ്ടുവന്നുണ്ട്. ഗൈസ് ഏകദേശം പകുതി എത്തിയാൽ മഴ വന്നു. അതാ മഴ വരുന്നുണ്ട്. എന്ത് തോന്നുന്നു നഫി? ആവല തുടങ്ങിയപ്പോ മുതൽ ഒരാൾ ഭയങ്കര നെഗറ്റീവ്. ഓൾമോസ്റ്റ് ഡൺ. എനിക്ക് പ്രതീക്ഷയുണ്ട് ഗൈസ്, ആവും തന്നെ തോന്നുന്നു. ആവും. എന്താ പറയുക? ആവാവല്ല? ഉറപ്പാവല്ല? നീ എന്താ പറയുക ഗൈസ്? അവിടെ ഉപ്പായിക്കൊണ്ട് വരുന്നുണ്ട്. നല്ല തിളവന്ന് ഗൈസ്, നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു പ്രതീക്ഷ വന്നെനിക്ക് ആവും തോന്നുന്നു. ഏകദേശം ഉപ്പ് പോലെ കാണും. ഓ നഫി മാത്രം ആവല്ലെന്ന് പറഞ്ഞു നോക്കാം. എനിക്ക് തോന്നുന്നു ആവും തന്നെ. ആ നല്ല തിളക്കുന്നു ഗൈസ്. മഴയും വരുന്നുണ്ട്. ശരി കൊളാന്ന പോലെ ഉണ്ട്. ടെൻഷനാന്ന്. മൂടിയിട്ട് വെച്ചിന്. അപ്പൊ ആ ചൂട്ടിലില്ല, ആ ദമ്മിൽ റെഡിയാവും. പക്ഷെ ഗഫൂറിന്റെ ഒക്കെ എല്ലാവർക്കും ഐസ്ക്രീം ഉണ്ട്. ഒരാൾക്ക് മാത്രമേ ഐസ്ക്രീം ഉണ്ടാ. അടിപൊളി കേസ്. നമ്മളെ പണി ചെയ്തു. പക്ഷെ മഴ വന്നു. മഴ വന്നാൽ നമ്മളെ തെറ്റല്ല. നല്ല രീതിക്ക് മഴ വരുന്നുണ്ട്. നല്ലൊരു ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ എന്നിട്ടും തീ കെടാതെ നമ്മ നോക്കിക്കൊണ്ടുണ്ട്. വല്ലതും നടക്കുമോ എന്നുള്ള ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നടക്കുമപ്പാ. നടന്നില്ലെങ്കിൽ പായേണ്ടി വരുമല്ല. അങ്ങനെ ആണ്ടി വരും. ഹാർഡ് വർക്കർ ഗഫൂർ, ഹാർഡ് വർക്കർ. അപ്പോൾ നോ വർക്കർ 5. അപ്പോൾ നോക്കട്ടെ എന്താവുന്നു. കത്തുമോ ഇല്ലയോ കാത്തിരുന്ന് കാണുക. അല്ല ഉപ്പാകുമോ ഇല്ലയോ? ഉപ്പാകും. ഹലോ ഗൈസ്, നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കത്ര എന്ത് ഉപ്പാവും സംഭവം, റിസൾട്ട് കിട്ടും, മിഷൻ പാസ്. പക്ഷെ നമ്മൾ മിഷൻ ഫെയിൽഡായി. കാരണം തീ കത്തിക്കാനുള്ള നീ പാസ് നമ്മൾ ഫെയിൽഡ്. ഉപ്പായിന് കുറച്ച് ഉപ്പായിന്. പിന്നെ തീ ബാക്കപ്പ് കത്തിച്ചോണ്ടിരിക്കാൻ അതിന് വേണ്ട സാധനമൊന്നും സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ അത് ഫെയിൽഡായി. അപ്പോൾ നമ്മൾ എന്താക്കി? മഴ വന്ന് മെയിൻ കാരണം അത് നിങ്ങൾ കണ്ടതല്ല. ഫുള്ള് മഴ വന്നിട്ട് ചട്ടി അടുപ്പും കെട്ട് ചട്ടിയുള്ള വെള്ളവും തണിഞ്ഞ് ഫുള്ള് ക്ലൈമറ്റ് ചേഞ്ച് ആയി. അപ്പം നമ്മ മൂഞ്ചി. അപ്പം എന്തായി? വിചാരിച്ച പോലെ ആയിട്ടാ. തീ പവറിൽ കത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ പൊട്ടി ഉപ്പാട്ടി. ഇത് ഉപ്പാകാൻ പറ്റിയില്ല. ക്ലൈമറ്റ് ആണ് നമ്മളെ പ്രശ്നമല്ല. നമ്മൾ വെള്ളം കൊണ്ടുവന്ന് ചൂടാക്കി. മഴ വന്ന കാരണമാണ് നഫി പാസ്സായത്. അല്ലെങ്കിൽ ഉപ്പ് ആട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടാ. വേറൊരു ചലഞ്ചുമായി അല്ലെങ്കിൽ വേറൊരു ബ്ലോഗുമായി വേറൊരു ദിവസം കാണാം. ഓക്കെ ബൈ.